അപ്പോൾ നമ്മൾ ഈ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF വരെയാണ് എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓർക്കുണ്ടോ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ഫസ്റ്റ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ, ദെൻ ലെൻസസ് ലോ, ആഫ്റ്റർ ദാറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അതിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ ആ സെക്കൻഡ് മൊഡ്യൂൾ, അപ്പോൾ ഇത് AC ഫണ്ടമെൻറ്റൽസിൻ്റെ ടോപ്പിക്കല്ല പറയുന്നത്, സെക്കൻഡ് മൊഡ്യൂളിലത്തെ ഒരു ടോപ്പിക്ക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് വിട്ടുപോകല്ല, നമ്മൾ അവിടെ വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ AC ഫണ്ടമെൻറ്റൽസ് തൊട്ട് പുതിയ ടോപ്പിക്ക് തൊട്ടാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ there are two types of statically induced EMF, self-induced EMF and mutually induced EMF. Before that, you have to understand what is meant by statically induced EMF. Now, dynamically induced EMF is there, statically induced EMF is there. What is the difference between these two? In the case of dynamically induced EMF, conductor is moving and flux is stationary, then an EMF is induced in it according to Faraday's first law of electromagnetic induction. In short, in the case of dynamically induced EMF, conductor is moving, flux is stationary. But in the case of statically induced EMF, conductor is stationary and flux or field is moving, and then an EMF is induced according to Faraday's first law of electromagnetic induction. എന്ന് പറഞ്ഞാൽ എന്താ? Whenever a conductor cuts the magnetic flux, an EMF is induced. So that type of induced EMF is known as statically induced EMF. Okay, I think ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു. The difference between dynamically induced EMF and statically induced EMF is, in the case of dynamically induced EMF, conductor is moving and flux is stationary. In the case of statically induced EMF, conductor is stationary and flux is moving. In the case of statically induced EMF, conductor is stationary and flux is moving. When this conductor is stationary and flux is moving, okay, when this conductor cuts the flux, an EMF is induced in that conductor, then an EMF is induced in the conductor. That EMF is known as statically induced EMF. എങ്ങനെയായാലും കണ്ടക്ടർ ഫ്ലക്സ് തമ്മിൽ ഒരു ലിങ്കിങ് വരുമ്പോഴാണ് EMF ഉണ്ടാവുന്നത്. അതിൽ കണ്ടക്ടർ മൂവ് ചെയ്യുക, ഫ്ലക്സ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF പറഞ്ഞു തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ പോയിന്റുകളല്ല. കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി ആൻഡ് ഫ്ലക്സ് ഈസ് മൂവിങ്, ദെൻ എൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെയാണ് അതിനെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. അപ്പോൾ അതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF, ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. സോ ഫസ്റ്റ് വൺ, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. വാട്ട് ഈസ് മീൻ ബൈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF? സെൽഫ് എന്ന് പറയുമ്പോൾ തന്നെ, വൈൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ സെൽഫ് ഇൻഡക്ഷൻ, ദർ ഷുഡ് ബി ഓൺലി വൺ കോയിൽ ഇൻ അവർ മൈൻഡ്. ദർ ഷുഡ് ബി ഓൺലി വൺ കോയിൽ, ഒരു കോയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെൽഫായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. It is the EMF induced in a coil due to current change or flux change in the same coil. It is the EMF induced in a coil. ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF, ഒരു കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഡ്യൂ ടു കറണ്ട് ചേഞ്ച് ഓർ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ സെയിം കോയിൽ. ആ കോയിലിൽ തന്നെയുള്ള കറണ്ട് ചേഞ്ച് അല്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് ആ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് EMF ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കുക. ഇറ്റ് ഈസ് ദ EMF induced in a coil due to current change or flux change in the same coil. So from this definition it is very clear there is only one coil in the picture. That is, അപ്പോൾ ഒരു കോയിലുള്ള കറണ്ട് ചേഞ്ച് ഓർ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് ആ കോയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് EMF ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ദാറ്റ് ഈസ് E proportional to di/dt. E means EMF induced in the coil is proportional to current change in the same coil. അതാണ് E proportional to di/dt. EMF induced in the coil proportional to di/dt means current change in the coil. Proportion മാറി, when proportion changes into an equation, what is happening? E is equal to minus L into di/dt. E is equal to minus L into di/dt. That is equation number 1. Then നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കമ്പൈനിങ് ഫാരഡേസ് ലോസ് ആൻഡ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ലെൻസസ് ലോ, വി ക്യാൻ റൈറ്റ് E is equal to minus N into d∅/dt. E is the EMF induced in the coil. EMF induced in a coil is proportional to magnitude of induced EMF is equal to rate of change of flux linkage, where flux linkage is known as N∅. Minus sign is used to satisfy Lenz's law എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. By combining Faraday's second law and Lenz's law, we can write E is equal to minus N into d∅/dt or minus d/dt of N∅. ഈ minus sign is used to satisfy Lenz's law. N∅ means flux linkage. Out of this, N is the number of turns of the coil which is constant. Therefore, minus N into d∅/dt or minus d/dt of N∅. So, two equations are there. EMF induced in a coil is equal to
EMF induced, it is the EMF induced in a coil due to current change or flux change in the same coil. First one, E proportional to dA by dt. When proportion changes into an equation, there is a constant comes. In the first case, that constant is L, that is self-inductance, where L is known as self-inductance. What is meant by self-inductance? It is the ability of a coil to induce an EMF in it. What is meant by L? L means self-inductance. It is the ability of a coil to induce an EMF in it. That is equation number 1. So same EMF has one more equation according to Faraday's second law and Lenz's law. What is that? E is equal to minus n into d phi by dt. So two equations are there. Equation 1 is equal to equation 2, that is minus L into di by dt is equal to minus n into d phi by dt. Minus minus we can cancel, d by dt we can cancel, minus minus cancel, then we can write Li is equal to n phi, or L is equal to n phi by I is equal to, അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ n into phi 2 minus phi 1 divided by I2 minus I1. L is equal to n into phi 2 minus phi 1 divided by I2 minus I1. What is it? L means self-inductance is equal to n into phi 2 minus phi 1 means change in flux. Change in flux into n, that is change in flux linkage, where n phi is known as flux linkage. I told you n phi is known as flux linkage. Here n into phi 2 minus phi 1 means change in flux linkage divided by I2 minus I1 means change in current. So what is meant by self-induced EMF? It is the EMF induced in a coil due to current change or flux change in the same coil. When current changes from I1 to I2, then flux changes from phi 1 to phi 2, then an EMF is induced in that coil. That coil has n number of turns and it has L self-inductance. It is clear. Phi 1 is the initial flux, phi 2 is the total flux, I1 is the initial current, I2 is the final current. I am repeating, self-inductance is the ability of a coil to induce an EMF in it. സ്വന്തമായിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു കോയിലിൻ്റെ എബിലിറ്റിക്കാണ് സെൽഫ്-ഇൻഡക്റ്റൻസ്. സെൽഫ്-ഇൻഡക്റ്റൻസ് L is equal to n phi by I, or n into phi 2 minus phi 1 divided by I2 minus I1. That means n into phi 2 minus phi 1 means phi 2 minus phi 1 change in flux. Other into n is equal to change in flux linkage divided by I2 minus I1 means change in current. What is while we are stating an equation, each and every term should be specified. നമ്മളൊരു equation state ചെയ്യുമ്പോൾ L is equal to n into phi 2 minus phi 1 divided by I2 minus I1. What is n? Number of turns of the coil. What is phi 1, phi 2, I1, I2? Phi 1 is equal to initial flux, phi 2 is equal to final flux, I1 is equal to initial current, I2 is equal to final current. അതായത് ഒരു കോയിലിൽ when current changes from I1 to I2, then what is happening? Flux also changes from phi 1 to phi 2, because phi 1 is produced by I1 and phi 2 is produced by I1. When current changes, flux also changes, then an EMF is induced in the coil. That coil has n number of turns which has a self-inductance of L. അപ്പോൾ self-inductance പറഞ്ഞാൽ it is the ability of a coil to induce an EMF in it. It is the ability of a coil to induce an EMF in it. Okay? അപ്പോൾ ഇതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഒരു ടോപ്പിക്. അപ്പോൾ രണ്ട് ടൈപ്പ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFs are classified into two, self induced EMF and mutually induced EMF. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF is over. So next topic is mutually induced EMF. എന്താണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആണ്. മ്യൂച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ മിനിമം രണ്ടെണ്ണെങ്കിലും വേണം, പരസ്പരം. It is the EMF induced in a coil due to current change or flux change in the other coil. While we are discussing about mutually induced EMF or mutual inductance or mutual induction, there should be two coils in our mind. രണ്ട് കോയിലുകൾ ഉണ്ടാവണം നമ്മളുടെ ഡിസ്കഷൻ നടക്കുമ്പോൾ. അതായത് ഒരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യിക്കാനുള്ള മറ്റേ കോയിലിൻ്റെ എബിലിറ്റിക്കാണ് ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. സെൽഫ് എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം, നമ്മൾ ആകെ ഒരു കോയിലുള്ളൂ. ഒരു കോയിലിനെ സ്വന്തമായിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യിക്കാനുള്ള കഴിവാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഒരു കോയിലിനെ മറ്റൊരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യിക്കാനുള്ള കേപ്പബിലിറ്റിക്കാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ while we are discussing about mutually induced EMF or mutual inductance, there should be two coils in our mind. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. So it is the EMF induced in a coil due to current change or flux change in the other coil. It is the EMF induced in a coil. ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഡ്യൂ ടു കറണ്ട് ചേഞ്ച് ഓർ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ അതർ കോയിൽ. മറ്റേ കോയിലിലെ കറണ്ട് ചേഞ്ചോ അല്ലെങ്കിൽ സെക്കൻഡ് കോയിലിലെ കറണ്ട് ചേഞ്ചോ ഫ്ലക്സ് ചേഞ്ചോ ഉണ്ടാവുക. അതുകൊണ്ട് ഒരു കോയിലുണ്ടാകുന്ന കറണ്ട് ചേഞ്ചോ ഫ്ലക്സ് ചേഞ്ചോ കൊണ്ട് മറ്റേ കോയിലിൽ EMF ഉണ്ടാവുകയാണെങ്കിൽ ആ EMFന് പറയുന്ന പേരാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. ക്ലിയർ ആയില്ലേ? ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ. ഒരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു കറണ്ട് ചേഞ്ച് ഓർ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ അതർ കോയിൽ. മറ്റേ കോയിലിൽ കറണ്ട് ചേഞ്ചോ ഫ്ലക്സ് ചേഞ്ചോ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു കോയിലിൽ EMF ഉണ്ടാകുന്നതിനാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ,
So what is meant by mutual inductance? It is the ability of a coil to induce an EMF in the nearby coil. തൊട്ടടുത്ത കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യിക്കാനുള്ള ഒരു കോയിലിൻ്റെ എബിലിറ്റി, അതേ കോയിലല്ല. ഇപ്പോൾ ഒന്നാമത്തെ കോയിൽ രണ്ടാമത്തെ കോയിൽ എന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യിക്കാനുള്ള ഒന്നാമത്തെ കോയിലിൻ്റെ എബിലിറ്റിക്ക്, അല്ലെങ്കിൽ ഒന്നാമത്തെ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള രണ്ടാമത്തെ കോയിലിൻ്റെ എബിലിറ്റിക്ക്, അതിനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതേസമയം സെൽഫ് ഇൻഡക്റ്റൻസോ ഒരു കോയിലിൽ സ്വന്തമായിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിക്കാണെന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, സെൽഫ് മ്യൂച്വൽ. അപ്പോൾ ഈ പറയുന്നതിനെ നമ്മൾ എന്താ പറയുക, ഒന്നുകൂടി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ത്രൂ ഇക്വേഷൻസ് നമുക്കതിനെ എന്താ പറയുക ഒന്നുകൂടി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. E1 proportional to di2 by dt. What does it mean? ഒന്ന് പറയൂ. E1 means EMF induced in the first coil is proportional to current change in the second coil di2 by dt. I2 means current in the second coil. അപ്പോൾ EMF induced in the first coil is proportional to current change takes place in the second coil. E1 proportional to di2 by dt. ഞാൻ ലെഫ്റ്റ് സൈഡിലത്തെ മാത്രമാണ് ആദ്യം പറയുന്നത് കേട്ടോ. That is when proportion changes into an equation, what is happening? There is a constant comes. In the earlier case it was L, in this case it was M, it is M, in this case it is M. M means mutual inductance. E1 is equal to left side മാത്രമാണ് പറയണേ. E1 is equal to minus M into di2 by dt. Minus is used to satisfy Lenz's law. Minus M into di2 by dt. M means mutual inductance. അതായത് E1 is equal to വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഏത് അക്കോർഡിംഗ് ടു ഫാരഡേസ് സെക്കൻഡ് ലോ ആൻഡ് ലെൻസസ് ലോ വി ക്യാൻ റൈറ്റ് E is equal to minus N into d5 by dt. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? E1 is equal to minus N1 into d5 by dt. So EMF induced in the coil 1 N1, but flux change takes place in the second coil. അതാ പറഞ്ഞത്, it is the EMF induced in a coil due to current change or flux change in the second coil. According to the second equation, flux change takes place in the second coil d5 by dt, but EMF is induced in the first coil N1. Up and down EMF E1. Clear ആയില്ലേ? That is equation number 2. So 1 is equal to 2. രണ്ടിലും EMF തന്നെയാണ്. E1 is equal to minus M into di2 by dt means EMF induced in the first coil is equal to mutual inductance into current change takes place in the second coil. According to Faraday's second law and Lenz's law, we can write E1 is equal to minus N1 into d5 by dt. That is equation number 2. Equation 1 is equal to equation 2. ഒരിക്കലും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ ലെഫ്റ്റ് സൈഡിലത്തെയാണ് പറയുന്നത്. അപ്പോൾ മൈനസ് എം ഇൻറ്റു di2 by dt is equal to minus N1 into d5 by dt. മൈനസ് മൈനസ് ക്യാൻസൽഡ്. M ഇൻറ്റു അപ്പോൾ d by dt ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം mi2 is equal to N1/2. mi2 is equal to N1/2. M is equal to N1/2 by I2. M is equal to N1/2 by I2. Okay, that means mutual inductance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ flux change takes place N1/2 by I2. Current changes in the second coil. Phi2 means flux in the second coil, but EMF is induced in the first coil, that is N1. N1 എന്ന് പറയുന്ന ആ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് N1. ഫസ്റ്റ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് N1. So M is equal to N1/2 by I2. This is the equation for mutual inductance. ഇനി അടുത്ത രണ്ടാമത്തെ കോയിലിനെ കൺസിഡർ ചെയ്ത് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. E2 proportional to di2 by dt. E2 proportional to di2 by dt. That is E2 is equal to minus M into E2 proportional to di1 by dt. EMF induced in the second coil is proportional to current change takes place in the first coil. E2 proportional to di1 by dt. E2 is equal to minus M into di1 by dt. E2 is equal to, according to Faraday's second law and Lenz's law, we can write E2 is equal to minus N2 into Faraday's second law and Lenz's law, we can write E2 is equal to EMF induced in the second coil is equal to minus N2 into d1 by dt. Flux change takes place in the first coil, but EMF is induced in the second coil. So equation 1, equation 2, we can equalize it. That is minus M into di1 by dt is equal to minus N2 into d1 by dt. Left into അതേപോലെ തന്നെ minus cancelled, d by dt we can remove. So M into I1 is equal to N2/1 or M is equal to N2/1 by I1. M is equal to N2/1 by I1. Okay.